നമസ്കാരം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് വരുന്നതെങ്കിൽ പരിഹാരമുണ്ട്. പുതിയതായി വാങ്ങുന്ന മൊബൈൽ ഫോണുകളിലെല്ലാം തന്നെ പവർ ബട്ടൺ അമർത്തി ഞെക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയിരിക്കും വരുന്നത്. പലർക്കും ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ മേടിച്ച അന്ന് മുതൽ ഈ ഫോൺ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമുക്കതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് സാംസങ് മൊബൈൽ ഫോണുകൾ എങ്ങനെയാണ് സ്വിച്ച് ഓഫ് ആക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് ബ്രാൻഡുകളുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ സെറ്റിങ്സ് ചെറുതായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റ് ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ എങ്ങനെ സ്വിച്ച് ഓഫ് ആക്കാം എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോകൾ ഇതിൻ്റെ താഴെയുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വീഡിയോകൾ കണ്ട് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാനായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ചെയ്യുവാനായി നമ്മുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. വലത്ത് സൈഡിലായി ഒരു സെർച്ചിൻ്റെ ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെർച്ച് ബാർ ഓപ്പൺ ആകും. അതിൽ സൈഡ് എന്ന് സെർച്ച് ചെയ്യുക, SIDE സൈഡ്. ഏറ്റവും മുകളിലായി കാണുന്ന സൈഡ് ബട്ടൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും വരിക. അതിൽ താഴെ കാണുന്ന ലോങ് പ്രസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് ഡിജിറ്റൽ അസിസ്റ്റൻറ്റ്, ബിക്സ്ബി, പവർ ഓഫ് മെനു എന്നിങ്ങനെ കാണാം. നിങ്ങളുടെ മൊബൈലിൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് എന്നതായിരിക്കും സെലക്ട് ആയി കിടക്കുക. നമുക്കത് മാറ്റി പവർ ഓഫ് മെനു എന്നത് സെലക്ട് ചെയ്യണം. ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പവർ മെനുവിൽ ലോങ് പ്രസ് ചെയ്താൽ ഇതേപോലെ ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റി പവർ ഓഫ് മെനു എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും വരിക. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ പവർ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.